മാസം കഴിഞ്ഞിട്ട് പിന്നീട് 3-4 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇനി മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റേജ് സർജറി ആവശ്യമായിട്ട് വരുന്നത്. ഹാർട്ടിൽ നിന്ന് ശുദ്ധരക്തം വഹിക്കുന്ന രക്തധമനികളെല്ലാം തന്നെ നിലച്ച അവസ്ഥയിലായിരുന്നു. അതിനു പകരം ശുദ്ധരക്തം വഹിക്കുന്ന രക്തധമനികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ശുദ്ധരക്തം വഹിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയും അശുദ്ധരക്തം വഹിക്കാനുള്ളത് താൽക്കാലികമായിട്ട് രക്തധമനികൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്ന സർജറിയാണ് ചെയ്തിരിക്കുന്നത്. ഈ സർജറിയുടെ വിശദാംശങ്ങൾ നമ്മുടെ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് വിശദീകരിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ഈ ഒരു കുട്ടിയുടെ സഹായത്തിനായിട്ട് സർജറി, ചികിത്സ, മറ്റ് ചെലവുകൾക്ക് ആവശ്യമായിട്ട് ഒരു വലിയൊരു രീതിയിലുള്ള ജനകീയ പങ്കാളിത്തം കൂട്ടായ്മ ഇതിന് പിന്നിലുണ്ട്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല ജീവകാരുണ്യ പ്രവർത്തകരും സംഘടനകളും ചേർന്നുകൊണ്ട് വലിയൊരു ചെലവ് വരുന്ന ഈ ഒരു ചികിത്സ ഏറ്റെടുക്കുകയും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുകയും ചെയ്തു. ഉത്തര കേരളത്തിലെ ആദ്യ നോർവുഡ് സർജറി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ വിജയകരമായി പൂർത്തീകരിച്ചു. വളരെ സങ്കീർണമായ ജനന വൈകല്യം ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം കണ്ടെത്തിയ 12 ദിവസം പ്രായമുള്ള കുഞ്ഞിലാണ് മിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയാക് സർജറി വിഭാഗം സർജറി വിജയകരമായി പൂർത്തീകരിച്ചത്. ശരീരത്തിലെ പ്രധാന രക്തധമനിയായ അയോർട്ടയ്ക്ക് കാര്യമായ തടസ്സവും രക്തധമനികൾക്ക് രക്തചംക്രമണത്തിന് ആവശ്യമായ വ്യാപ്തിയില്ലാതെയുമായിരുന്നു ഈ കുഞ്ഞിന്റെ ജനനം. ശരീരഭാഗങ്ങളിലേക്കും ആന്തരിക അവയവങ്ങളിലേക്കും രക്തയോട്ടം കുറവായതിനാൽ അവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. വളരെ പെട്ടെന്ന് സർജറി ചെയ്ത് രക്തക്കൊഴലുകൾ മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു കുഞ്ഞ് മിംസ് ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഈ അസുഖം കാണപ്പെടുന്നവരിൽ ഹൃദയത്തിലെ വലത് വെൻട്രിക്കിൾ മാത്രമാണ് പമ്പിംഗ് ചേമ്പർ. ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടയുന്ന ഭ്രൂണ ചാനലിലൂടെ രക്തം കണ്ട് ശ്വാസകോശങ്ങളിലേക്കും ശരീരത്തിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. ഈ പ്രക്രിയയ്ക്ക് തടസ്സം സംഭവിക്കുമ്പോൾ രക്തസംക്രമണത്തിന് മറ്റൊരു മാർഗവുമില്ലാതെ അങ്ങനെ സംഭവിച്ചാൽ ആന്തരിക അവയവങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും രക്തം എത്താതെ വരികയും മരണം സംഭവിക്കുകയും ചെയ്തേക്കാം. ഇതിന് പരിഹാരമായാണ് കുട്ടിയുടെ ശ്വാസകോശത്തിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും പോകുന്ന രക്തക്കുഴലുകൾ കൂട്ടിച്ചേർത്ത് ശുദ്ധരക്തത്തിന് വഴിയൊരുക്കുകയും അശുദ്ധരക്തത്തിന് കടന്നുപോകാൻ പുതിയ രക്തക്കുഴലുകൾ സ്ഥാപിച്ച് രക്തസംക്രമണം നിലനിർത്തുകയും ചെയ്തതാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയത്. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അവയവങ്ങൾ വളരുന്നത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായി പിടിപ്പിച്ച കുഴലുകൾ മാറ്റിവെക്കേണ്ടതുണ്ട്. 3 ഘട്ടങ്ങളിലായി നടത്തുന്ന ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് ചെയ്യാറുള്ളത്. നിലവിൽ സർജറിയുടെ ഒന്നാമത്തേതും അത്യന്തം സങ്കീർണവുമായ ഘട്ടമാണ് പൂർത്തീകരിച്ചത്. കുഞ്ഞിനെ 5-6 മാസം പ്രായമാവുമ്പോൾ രണ്ടാം ഘട്ടവും 4-5 വയസ്സ് പ്രായമാവുമ്പോൾ മൂന്നാമത്തെ സർജറിയും കഴിയുന്നതോടുകൂടി കുഞ്ഞിന്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പീഡിയാട്രിക് കാർഡിയാക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ ഗിരീഷ് വാരിയർ പറഞ്ഞു. വളരെ ചെറിയ രക്തക്കുഴലുകൾ കൂട്ടിയോജിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത്യന്തം സങ്കീർണമായ ശസ്ത്രക്രിയയാണെന്നും കുട്ടിയുടെ ജീവനും മറ്റ് അവയവങ്ങൾക്കും യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ സംരക്ഷിക്കാൻ പറ്റിയത് ഡോക്ടർമാരുടെയും ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയും കൂട്ടായ്മയുടെ വിജയമാണെന്നും സിഒഒ ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു. കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ കൂടെ നിന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും സാമൂഹ്യ പ്രവർത്തകൻ ഖാദർ കരിപ്പൊടി ഉൾപ്പെടെയുള്ളവരോടുമുള്ള നന്ദി കുഞ്ഞിന്റെ പിതാവ് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ ഗിരീഷ് വാരിയർ, ഡോക്ടർ ശബരിനാഥ് മേനോൻ, ഡോക്ടർ സുജാത, ഡോക്ടർ പ്രീത രമേശ്, ഡോക്ടർ രേണു പി കുറുപ്പ്, ഡോക്ടർ രമാദേവി, ഡോക്ടർ പ്രിയ, ഡോക്ടർ ദുർഗ, ഡോക്ടർ വിപിൻ, ഡോക്ടർ റൈനർ തുടങ്ങിയവരോടൊപ്പം പെർഫ്യൂഷനിസ്റ്റുകളും ICU ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ വിഭാഗത്തിലെ നഴ്സുമാർ തുടങ്ങിയ ടീം നേതൃത്വം നൽകി. പത്രസമ്മേളനത്തിൽ സിഒഒ ലുക്മാൻ പൊന്മാടത്ത്, ഡോക്ടർ ഗിരീഷ് വാരിയർ, ഡോക്ടർ ശബരിനാഥ്, ഡോക്ടർ രേണു പി കുറുപ്പ്, ഡോക്ടർ സുജാത പി, കുഞ്ഞിന്റെ പിതാവ് റസാഹിദ്, മാതാവ് തമീമ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വോയ്സ്, കോഴിക്കോട്.